നമസ്കാരം. വളരെ ചെറുപ്പത്തിൽ തന്നെ മലയാളികളുടെ ഇഷ്ടം പിടിച്ചു വാങ്ങിയ ഗായികയാണ് അമൃത സുരേഷ്. ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്തു വന്ന ഐഡിയ സ്റ്റാർ സിംഗറിലൂടെ ഗംഭീര ആലാപന ശൈലിയോടെ മലയാളി മിനിസ്ക്രീൻ പ്രേക്ഷകരുടെ ഇടനെഞ്ചിൽ ഇടം നേടിയ അമൃത സുരേഷ് പിന്നീട് സെലിബ്രിറ്റിയായി മാറുകയായിരുന്നു. ഇതിന് പിന്നാലെയായിരുന്നു അമൃതം കമ്മയ എന്ന ബാൻഡിലൂടെ അനിയത്തി അഭിരാമി സുരേഷിനെ അമൃത ഒപ്പം കൂട്ടിയത്. ബാൻഡ് ഹിറ്റായി മാറിയതോടെ ഇരുവർക്കും തിരക്കൊഴിയാത്ത വേദികളുണ്ടായി. ബാൻഡും ഒപ്പം വ്ളോഗിംഗും ഒക്കെയായി രണ്ടുപേരും ഡിജിറ്റൽ ഫ്ലോമിൽ മിന്നിത്തിളങ്ങി. ബാലയുമായി പിരിഞ്ഞതിനു ശേഷം അമൃതയുടെ ജീവിതം ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. എന്നാൽ വിമർശനമാണ് അമൃതയ്ക്ക് ഏറെയും ലഭിച്ചത്. എന്നാൽ മകൾ അവന്തിക എന്ന പാപ്പു ബാലയ്ക്കെതിരെ രംഗത്ത് വന്നത് വലിയ രീതിയിൽ ചർച്ചയായി. പിന്നാലെ അമൃതയ്ക്ക് എതിരെയുള്ള സൈബർ ആക്രമണം കുറഞ്ഞു എന്ന് വേണം പറയാൻ. ഇപ്പോൾ അമൃതയും കുടുംബവും നേരിട്ടിരുന്ന വിമർശനങ്ങളെല്ലാം അകന്നിരിക്കുകയാണ്. മാത്രമല്ല, ഈ കുടുംബം ഇപ്പോൾ വളരെ മനോഹരമായി ജീവിക്കുകയുമാണ്. അമൃതയുടെയും പാപ്പുവിന്റെയും വീഡിയോ എല്ലാം വളരെ പെട്ടെന്ന് തന്നെ വൈറലായി മാറാറുണ്ട്. ഇപ്പോഴത്തെ മാതൃദിനത്തോടനുബന്ധിച്ച് അമൃത പങ്കുവച്ച ഒരു പോസ്റ്റാണ് വൈറലായി മാറുന്നത്. എൻ്റെ കൊച്ചു പാപ്പു ഇന്നലെ എന്നെ അത്ഭുതപ്പെടുത്തിയത് എങ്ങനെയാണെന്ന് കണ്ടോ? ഒരു അമ്മയ്ക്ക് വേറെ എന്താണ് വേണ്ടത്? മാതൃദിനത്തിൽ ഞങ്ങൾ ഒരുമിച്ചായിരുന്നില്ല. എന്നിട്ടും എന്നെ തിരക്കേറിയതും ബഹളമായതുമായ റിഹേഴ്സലിന്റെ ഇടയിലും അവളുടെ സ്നേഹം എനിക്ക് അനുഭവപ്പെട്ടുവെന്ന് അവൾ ഉറപ്പാക്കി. അവൾ ഈ വലിയ ചാർട്ട് പേപ്പർ എനിക്കായി തയ്യാറാക്കി. ചെറിയ കൈയക്ഷരം, ഒട്ടിച്ച ചിത്രങ്ങൾ, ഒരു കാർഡ്, 2 ചെറിയ പൂക്കൾ, എല്ലാം വളരെ ശ്രദ്ധാപൂർവ്വം ചിന്തിച്ച് മനോഹരമായി തന്നെ അവൾ എനിക്കായി ഒരുക്കി. എനിക്ക് വേണ്ടി മാത്രം. അവൾ എന്നോട് പറഞ്ഞതുപോലുമില്ല. അവൾ അവളുടെ അഭോണ്ടയുമായി ചേർന്ന് നടപ്പിലാക്കിയ രഹസ്യ ദൗത്യം എൻ്റെ പരിശീലന സ്ഥലത്തേക്ക് അവൾ അവളുടെ സമ്മാനം അയച്ചു. അത് തുറന്നു കണ്ടപ്പോൾ ഞാനും അത്ഭുതപ്പെട്ടു. അവളുടെ പരിശ്രമം, അവളുടെ നിഷ്കളങ്കത, അവളുടെ സ്നേഹമെല്ലാം ഉൾക്കൊണ്ട സർപ്രൈസ്. പാപ്പു, ഇന്നലെ നീ എൻ്റെ അരികിൽ ഉണ്ടായിരുന്നില്ലായിരിക്കാം, പക്ഷെ നിന്റെ ഹൃദയം എൻ്റെതിലേക്ക് എത്താൻ ഒരു വഴി കണ്ടെത്തി. അത് പൂർണ്ണമായും സംഭവിച്ചു എന്നാണ് മകൾ നൽകിയ സർപ്രൈസിന്റെ വീഡിയോ പങ്കിട്ട് അമൃത കുറിച്ചത്. ജീവിതത്തിലെ പല മോശം സമയങ്ങളിലും തനിക്ക് വേണ്ടി എല്ലാം മറന്ന് ചിരിച്ച അമ്മ എന്നാണ് അമൃതയെ മകൾ പാപ്പു വിശേഷിപ്പിച്ചത്. അമ്മ പ്രതിസന്ധിയിലാണെന്ന് തോന്നുന്ന നിമിഷങ്ങളെല്ലാം പാപ്പു തന്നാൽ കഴിയും വിധം ചെറുത്തുനിൽപ്പിനുള്ള സഹായങ്ങൾ ചെയ്തിട്ടുണ്ട്. 10 വർഷത്തോളം നീണ്ട പരിഹാസത്തിൽ നിന്നും വിമർശനത്തിൽ നിന്നും അമൃതയെ കരകയറാൻ സഹായിച്ചത് പാപ്പു ചെയ്ത ഒരു വീഡിയോയായിരുന്നു. അതുവരെ മകൾ അച്ഛനിൽ നിന്നും അകറ്റിയ അമ്മയായിട്ടായിരുന്നു അമൃതയെ ആളുകൾ കണ്ടിരുന്നത്. എന്നാൽ താനും അമ്മയും അനുഭവിച്ച കാര്യങ്ങൾ പാപ്പു വെളിപ്പെടുത്തിയതോടെ അമൃതയ്ക്കും കുടുംബത്തിനും ജനങ്ങൾ പിന്തുണ നൽകി തുടങ്ങുകയായിരുന്നു. അമൃതയ്ക്ക് ഈ ജന്മത്തിൽ ലഭിച്ച ഏറ്റവും വലിയ അനുഗ്രഹം മകൾ പാപ്പുവാണെന്ന് ആരാധകരും കുറിച്ചു. അതേസമയം അമൃത സുരേഷ് തന്റെ ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവെച്ച പുതിയ സ്റ്റോറിയും വൈറലായിരുന്നു. AI സാങ്കേതിക വിദ്യ പ്ലാറ്റ്ഫോമായ ChatGPTയോട് ചോദിച്ച ഒരു ചോദ്യത്തിനുള്ള മറുപടിയാണ് താരം പങ്കുവച്ചത്. നിങ്ങൾ യാഥാർത്ഥ്യമെങ്കിൽ നിങ്ങൾ തമ്മിൽ ബന്ധം കണക്കിലെടുത്ത് നിങ്ങളെ കണ്ടാൽ എങ്ങനെയുണ്ടാകും എന്നാണ് അമൃത സുരേഷ് ChatGPTയോട് ചോദിച്ചത്. ഈ ചോദ്യത്തിന് ChatGPT പങ്കുവച്ച ചിത്രമാണ് അമൃത സുരേഷ് ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയായി പങ്കുവച്ചത്. ഒരു വിദേശിയായ യുവാവിനെ പോലെ തോന്നിപ്പിക്കുന്ന ചിത്രമാണ് ChatGPT നൽകിയത്. അമൃത ഈ കൗതുകം തന്റെ ആരാധകരെ കാണിക്കാൻ ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയിൽ പങ്കുവെക്കുകയും ചെയ്തു. ഇതോടെ അമൃതയുടെ പുതിയ ChatGPT ബോയ് ഫ്രണ്ട് അടിപൊളിയാണല്ലോ എന്ന തരത്തിലായി സോഷ്യൽ മീഡിയയിലെ ചർച്ച. ആദ്യം ഫോട്ടോ കണ്ടപ്പോൾ പല ആരാധകരും ഞെട്ടിയെങ്കിലും ചിത്രത്തിന് താഴെ പങ്കുവെച്ച കുറിപ്പ് കൂടി കണ്ടതോടെ എല്ലാവർക്കും കാര്യം ബോധ്യമായി. അമൃതയുടെ വ്യക്തിജീവിതം പലപ്പോഴും വാർത്തകൾ നിറയാറുണ്ട്. നടൻ ബാലയുമായി വേർപിരിഞ്ഞതും സംഗീത സംവിധായകൻ ഗോപി സുന്ദറുമായി ലിവിംഗ് റിലേഷൻ ആയിരുന്നതെല്ലാം വാർത്തയായിരുന്നു. കുറച്ചു നാളുകൾക്ക് മുമ്പ് ഗോപി സുന്ദർ അമൃതയുമായി വേർപിരിഞ്ഞെന്ന തരത്തിൽ വാർത്തകളാണ് പുറത്തെത്തിയിരുന്നത്. ഇരുവരും പരസ്പരം ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്തതും പ്രണയ പോസ്റ്റ് നീക്കം ചെയ്തതും ഒരുമിച്ചുള്ള ചിത്രങ്ങൾ പങ്കുവെക്കാതെയായതും കൂടിയാണ് ഈ അഭ്യൂഹങ്ങൾക്ക് പാകം കൂട്ടിയത്. കാശിയിലൊക്കെ ദർശനം നടത്തിയ ചിത്രങ്ങൾ അമൃത പങ്കുവച്ചിരുന്നു. ഇതിന് പിന്നാലെ അമൃത തീർത്ഥാടനത്തിലാണോ ആത്മീയ യാത്രയിലാണോ എന്നുള്ള ചോദ്യങ്ങൾ ഉയർന്നു. ഞാൻ ഇപ്പോഴും ഒരു ഇടവേളയിലാണ്. സ്വയം സുഖപ്പെടുത്താനും റീചാർജ് ചെയ്യാനും അന്തർയാത്രകളെ ചേർത്ത് പിടിക്കാനും കുറച്ച് സമയമെടുക്കും. എൻ്റെ യാത്രകൾ ഇതിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. ഇതെനിക്ക് വളർച്ചയ്ക്കും സ്വയം പരിവേഷണത്തിനും ഉതകുന്നു. ഓർക്കുക, ജീവിതം എന്നത് പ്രകാശപൂരിതമായ മനോഹര നിമിഷങ്ങൾ നിറഞ്ഞതാണ്. ഞാൻ അത് ആസ്വദിക്കുകയാണ്. ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് മടങ്ങി വരും. സംഗീതത്തിലെ അതിശയകരമായ നിമിഷങ്ങൾ നിങ്ങളുമായി പങ്കിടാൻ എന്നാണ് അമൃത കുറിച്ചത്. 2010 അമൃത സുരേഷും നടൻ ബാലയും പ്രണയിച്ച് വിവാഹം കഴിക്കുന്നത്. 2012 ദമ്പതിമാർക്ക് ഒരു പെൺകുഞ്ഞ് ജനിച്ചു. മകൾക്ക് 3 വയസ്സായത് മുതൽ ഇരുവരും വേർപിരിയാൻ തീരുമാനിച്ചു. 2015 താരങ്ങൾ 2 ഇടങ്ങളിലായി താമസിക്കുന്നത്. ശേഷം 2019 നിയമപരമായി ബന്ധം വേർപ്പെടുത്തി. എന്നാൽ മകളുടെ കാര്യത്തിൽ പലപ്പോഴും വിവാദങ്ങൾ ഉണ്ടാക്കി നടൻ ബാല രംഗത്ത് വരാൻ തുടങ്ങിയതോടെയാണ് പ്രശ്നങ്ങൾ രൂക്ഷമാവുന്നത്. ബാലയുടെ ഉപദ്രവത്തെ തുടർന്ന് പലപ്പോഴും ചോര തുപ്പി ആ വീട്ടിൽ കിടന്നിട്ടുണ്ട്. ബാല ആശുപത്രിയിൽ കിടക്കുമ്പോൾ നിങ്ങൾ എല്ലാവരും പ്രാർത്ഥിച്ചു. പക്ഷെ ഇന്നും താൻ ചികിത്സയിലാണ്. അന്ന് അടിയും തൊഴിയും കൊണ്ടതിന്റെ ആഘാതം വലുതായിരുന്നുവെന്നും അമൃത പറഞ്ഞിരുന്നു. ബാല തന്നെ വിവാഹം ചെയ്യുന്നതിൽ മുമ്പ് മറ്റൊരു വിവാഹം ചെയ്തിരുന്നുവെന്നും താരം തുറന്നു പറഞ്ഞിരുന്നു. കുറച്ച് നാളുകൾക്ക് മുമ്പ് വിവാഹമോചന കരാറിൽ കോംപ്രമൈസ് എഗ്രിമെന്റിൽ കൃത്രിമം കാണിച്ചെന്നും തന്റെ ഒപ്പ് വ്യാജമായി ഇട്ടെന്നും കാട്ടി അമൃത ബാലയ്ക്കെതിരെ പരാതി നൽകിയിരുന്നു. കരാറിന്റെ 5ാം പേജ് വ്യാജമായി ഉണ്ടാക്കി. മകളുടെ പേരുള്ള ഇൻഷുറൻസിലും തിരിമറി കാണിച്ചു. പ്രീമിയം തുക അടയ്ക്കാതെ വഞ്ചിച്ചു. ഇൻഷുറൻസ് തുക പിൻവലിച്ചു. ബാങ്കിൽ മകൾക്കായി നിക്ഷേപിച്ചിരുന്ന 15 ലക്ഷം രൂപ പിൻവലിച്ചു. വ്യാജരേഖയുണ്ടാക്കി ബാല കോടതി തെറ്റിദ്ധരിപ്പിച്ചു തുടങ്ങിയ പരാതികളാണ് അമൃത ബാലയ്ക്കെതിരെ നൽകിയത്.